ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് വെക്കാൻ പോകുന്നത് മത്തങ്ങാക്കറിയാണ്. അപ്പം നമുക്ക് ഒരു മത്തങ്ങാക്കറി വെക്കാം. മത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കഷ്ണങ്ങളായി മാറ്റി വയ്ക്കുക. തുടർന്ന് ഒരു കുക്കർ എടുക്കുക, അടുപ്പത്ത് വയ്ക്കുക, തീയൊക്കെ കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മത്തങ്ങാക്കുട്ടന്മാരെ കഴുകിയത് ഇട്ട് കൊടുക്കുക. കിടക്കുന്ന കണ്ടോ നമ്മുടെ മത്തങ്ങ? അതുങ്ങളെ അകത്തോട്ടിട്ട് കൊടുക്കുക. പിന്നെ ഉള്ളി എടുക്കുക, അതിനെയും വാരി ആ മത്തങ്ങയ്ക്ക് അകത്തോട്ടിട്ടേക്കുക. മത്തങ്ങ ഇട്ടു, പച്ചമുളക് ചെറുതായി കീറി അകത്തിട്ടേക്കുക, കുക്കറിനകത്തിട്ടേക്കുക. തുടർന്ന് വെളുത്തുള്ളി, ഇടുക, കരിയാപ്പില ഇടുക, ഇമാരെല്ലാം അതിനകത്തിട്ടേക്കുക. പിന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. സൂക്ഷിച്ച് ഒഴിക്കണം, അധികം വെള്ളമാകരുത്, കുഴഞ്ഞു പോകും, വെള്ളമായി പോകും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കറിക്ക് ആ തിക്നെസ് കിട്ടത്തില്ലാതെ വരുന്നതായിരിക്കും. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇടുക, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ്. മത്തങ്ങയ്ക്ക് വേകാനുള്ള ഉപ്പ്, കറിക്ക് നമ്മൾ ആകപ്പാടെ ചേർക്കുന്ന ഇത്രയും ഉപ്പേ ഉള്ളൂ. പിന്നീട് ഇതിന് മേലെ നല്ല ശുദ്ധമായിട്ടുള്ളൊരു വെളിച്ചെണ്ണ ശകലം തൂളി കൊടുക്കുക. എന്നിട്ട് കുക്കർ അടയ്ക്കുക. കുക്കർ അടച്ച് മൂടി വയ്ക്കുക. ആ സമയത്ത് നമുക്ക് തേങ്ങ ചിരവി, ചെറിയുള്ളി എല്ലാം ചേർത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. ചെറുള്ളി, പച്ചമുളക്, കരിയാപ്പില, തേങ്ങ ചിരവിയത്, അതിൻ്റെ മേലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറുജീരകം ഒരു ടീസ്പൂൺ എല്ലാം ചേർത്ത് നമുക്ക് മിക്സിയിലിട്ട് അരച്ച് അരപ്പ് റെഡിയാക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ വെച്ചിട്ട് മത്തങ്ങ വെന്ത് കഴിഞ്ഞ് വയ്ക്കുന്നു. അപ്പോൾ വിസിൽ വരുമെന്ന് തോന്നുന്നു. ഗൈസ് നോക്കാം. യെസ് ഗൈസ്, വിസിലടിച്ചിരിക്കുന്നു. തുടർന്ന് ഇവനെ നമുക്ക് എയറെല്ലാം പോയ ശേഷം തുറന്ന് നോക്കുമ്പോൾ മത്തങ്ങ ഈ പരുവത്തിലായിരിക്കുന്നത്. നമുക്കൊന്ന് കോരി നോക്കാം. എന്നിട്ട് ഒരു തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഉടച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഉടച്ചു കൊടുക്കുക. ഏകദേശം ഒന്ന് നോക്കിക്കോളൂ. ഈ പരുവം നമുക്ക് നോക്കാം. അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് സാവധാനം ഇട്ട് കൊടുക്കുക. അരപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യുക. തവി ഉപയോഗിച്ച് നല്ലതായിട്ട് നമുക്ക് ഈ അരപ്പിനെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഈ പരുവമായി. നമുക്ക് എടുത്ത് നോക്കാം എങ്ങനെയുണ്ട്. കണ്ടോ, ഈ തിക്നെസ് തന്നെ ഇരിക്കണം. നോക്കിക്കുക, ഈ തിക്നെസ് തന്നെ ഇരിക്കണം. അതിനുശേഷം നമ്മൾ വറവിനുള്ള പരിപാടി നോക്കാം. ഇതാണ് നമുക്ക് വറുത്തിടാനുള്ളതാണ്. വറ്റൽമുളക്, ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി, കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒരു ചെറിയ പാത്രം വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ആവശ്യത്തിന് വേണ്ട എനിക്കും കേട്ടോ. നല്ലല്ലേ, ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ആയതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. അതിലേക്ക് കടുക്, ചെറുള്ളി അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് ഒരു സ്പൂൺ കൊണ്ടോ വല്ലോ ഇളക്കി നന്നായിട്ട് വറുത്തെടുക്കുക. നന്നായിട്ട് ഇറക്കി ബ്രൗൺ നിറമായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ കറിയിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കി കഴിയുമ്പോൾ അങ്ങനെ മത്തങ്ങാക്കറി റെഡിയാണ്. ഇതാണ് സ്വാദിഷ്ടമായ മത്തങ്ങാക്കറി. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനലിനെ വിജയിപ്പിക്കുക. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.